എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആരെങ്കിലും രജിസ്ട്രേഷൻ ഇരിക്കുന്നുണ്ടാവും. അവരുടെ അടുത്ത് പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. വന്നവർ അവിടെ തന്നെ നിൽക്കാതെ മുന്നിലേക്ക് കയറിയിരിക്കണം. ആദ്യമായി നടത്തപ്പെടുന്ന ഈ സംഗമത്തിൽ അതിരൂപതയിലെ 230ഓളം പള്ളികളിൽ നിന്നുള്ള എല്ലാ ഗായക സംഘാംഗങ്ങളും ഒരുമിക്കുന്ന ഈ അസുലഭ മുഹൂർത്തത്തിലേക്ക് ഏവരെയും നിറഞ്ഞ മനസ്സോടെ, അതിലുപരി ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഗ്ലോറിയ ഫെസ്റ്റ് ജനറൽ കൺവീനറും കൊട്ടേക്കാട് കൊറോന ഗായക സംഘം പ്രസിഡന്റും ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ സാന്നിധ്യവുമായ ശ്രീ ലിൻസൺ ആടാട്ടുപള്ളി വികാരിയും ഇപ്പോൾ മ്യൂസിക്കൽ വിധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഗ്ലോറിയ ഫെസ്റ്റ് 2024 വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മനസ്സുകളെ ആത്രാഗ്രഹമാക്കി തീർത്ത പറമ്പൂർ ഫൊറോന ഗായക സംഘങ്ങൾക്ക് നന്ദി. ജോ അലസിനെ പൊന്നാട അണിച്ച് ആദരിക്കുന്നു. ഒരുമിച്ച് അപൂർവ സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഗ്ലോറിയ ഫെസ്റ്റ് 2024. ഈ ഫെസ്റ്റ് വർണ്ണാഭമാക്കി തീർക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഓരോ അംഗങ്ങളെയും ആദ്യമായി തന്നെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. തൃശ്ശൂർ അതിരൂപതയുടെ സഹായമെത്താൻ ടോണി പിതാവിനെ എല്ലാവരുടെ പേരിലും ഈ സംഘടനയുടെ പേരിലും വിജയച്ചൻ്റെ പേരിലും ഞങ്ങളുടെ ഓരോ കമ്മിറ്റി അംഗങ്ങളുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാടുമ്പോൾ ഭാരതസഭയുടെ അഭിമാനമായ വൈദികൻ, ഒരുപാട് വിശേഷങ്ങളൊക്കെ അച്ഛനെ കുറിച്ച് നമുക്കറിയാം. അച്ഛൻ ഞങ്ങളോട് ഈ പരിപാടി ക്ഷണിച്ചപ്പോൾ സ്റ്റീഫൻ ചേട്ടനോട് പറഞ്ഞൊരു കാര്യം, ഞാനിവിടെ വന്ന് കച്ചേരി നടത്തിക്കോട്ടെ എന്നാണ്. നമുക്ക് സമയക്കുറവ്, നമ്മുടെ 12 ഫൊറോനകളുടെ പരിപാടികളുള്ളതുകൊണ്ട് അഭിമാനമായ, പ്രത്യേകിച്ച് സെന്റ് തോമസ് കോളേജിന്റെ പുത്രനായ മനോജ് ജോർജ് ഇവിടെ സന്നിഹിതനാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇനി പറയാനുള്ളത് ഞങ്ങളുടെ
നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ ഞാനൊരു കാര്യം പറഞ്ഞ ഏറ്റവും നല്ല ജ്യേഷ്ഠ സഹോദരനെ സ്റ്റീഫൻ ചേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഇനി സ്വാഗതം കണക്കിന്റെ കാര്യം ചോദിക്കുമ്പോൾ കാശ് എവിടെ കാശ്. ഇനി സ്വാഗതം ചെയ്യും. ഈ വേദിയിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇനി ആൾക്കാർ കുറച്ചുകൂടി എത്തിച്ചേരാണ്ട് തോന്നുന്നു. എല്ലാവരെയും അതുപോലെ തന്നെ ആരെങ്കിലും പേര് എൻ്റെ അതിരൂപത ഭാരവാഹികളോടും അതുപോലെ തന്നെ ഗ്ലോറിയ ഫെസ്റ്റ് കമ്മിറ്റി അംഗങ്ങളെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ തൃശ്ശൂർ അതിരൂപതയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സംഗമം എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കപ്പെട്ടത്. ഈ സംഗമത്തിന് ആധ്യക്ഷം വഹിക്കുന്ന തൃശ്ശൂർ അതിരൂപത ഗായക സംഘം പ്രൊമോട്ടർ പ്രിയ ബഹുമാനപ്പെട്ട ബിജു പാണങ്ങാടനച്ച, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാനായിട്ട്. എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ ഇതിനെ കരുതുന്നത്. കാരണം ഒടരി പള്ളി കൊയറി തുടങ്ങിയതാണ് ഞാൻ. എനിക്ക് തോന്നുന്നത് ദൈവം എന്നെ പലതരത്തിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം ഒടരി പള്ളിയിലെ ഒരു വയലിനിസ്റ്റ് ജോൺ ലൂയിസ് എന്ന് പറഞ്ഞ അദ്ദേഹം പ്രശസ്തമായ വയലിനിസ്റ്റാണ്. അദ്ദേഹം വായിക്കുന്നത് കേൾക്കാനായിട്ട് ഇവിടെ ഇതൊക്കെ വേറെ തരത്തിലുള്ള ദൈവവിളികളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് വയലിൻ പഠിക്കാനായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു ദൈവം എന്നെ വിളിച്ചത്. അപ്പം അങ്ങനെ ഞാൻ കുഴലിൽ തുടങ്ങി. അതുകൊണ്ട് കുഴലിൽ കുറച്ച് കാലം ഇതുകൊണ്ട് ഒരുപാട് കാലം ഞാൻ കുഴലിൽ ഞാൻ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, തൃശ്ശൂരിൻ്റെ വിവിധ പള്ളികളിൽ എനിക്ക് വയലിൻ വായിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് പെരുന്നാൾ, അതുപോലെ കല്യാണങ്ങൾ, അഭിമുഖങ്ങളും പറയുന്ന പല കാര്യങ്ങളും വരുമ്പോൾ എന്നെ വായിക്കാനായിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഓരോ പള്ളിയിലും ഞാനതിന് പ്രാർത്ഥിക്കാറുണ്ട്. ആ ഒരു എനിക്ക് തോന്നുന്നൊരു ആ ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്നു. പിന്നീട് എനിക്ക് വയലിൻ അതൊരു എൻ്റെ ഒരു ലൈഫായിട്ട് മാറ്റി എൻ്റെ കരിയർ ഞാൻ വയലിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തു. പിന്നെ അതിനുശേഷം തൃശ്ശൂർ കലാസാറിലൂടെയാണ് ഞാൻ വളർന്നത്. ഞാൻ പഠിച്ച കോളേജാണത്. അവിടെയാണ് എൻ്റെ ക്ലാസ്. ഇവിടെ വെച്ച് സയൻസ് കൊടുത്തായിരുന്നു ഞാൻ നേടിയിരിക്കുക. പിന്നീട് അന്വേഷിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു 5 കോണ്ടിനെന്റ്സ് ഓഫ് ദ വേൾഡ്, ഒരു 3000-ലധികം പെർഫോമൻസസ് ഓൾ ഓഫ് ദ വേൾഡ് കിട്ടിയ അടുത്ത് ഞാനും കോളേജിലും ചെയ്ത സർവീസ് ആൽബം നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ അടുത്ത് പോയി അത് അദ്ദേഹത്തിന് സമർപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിക്കാനും അത് റിലീസ് ചെയ്യാനും സാധിച്ചു. ഇതെല്ലാം എനിക്ക് തോന്നുന്നത് ഈ കൊയറാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഒരു ചെറിയൊരു അപേക്ഷയാണ്.
സാധിക്കുകയുള്ള കുട്ടികളെ മ്യൂസിക് പഠിപ്പിക്കണം. അതുപോലെ പള്ളികളിൽ പാടാനായിട്ട് അതിൽ അവിടെ ചേർക്കണം. ഞാൻ അധികം നിൽക്കുന്നില്ല. എനിക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രാമുണ്ട് DBCLCയിൽ വെച്ചിട്ട്. സിസ്റ്റർ കലാസദൻ്റെ തേൻതുള്ളി എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഞാനിത് പെർഫോം ചെയ്യുന്നുണ്ട്. DBCLC ഈവനിങ്ങിലാണ്. അതിൻ്റെ സൗണ്ട് ചെക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ വന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെതായിട്ട് പോകണം. പിതാവിൻ്റെ അടുത്തും അതുപോലെ കാരണം ഏറ്റവും അനുഗ്രഹം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വാടി തന്ന ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. ദൈവസ്നേഹം വാക്കുകൾ നന്ദി ചൊല്ലിത്തീരുവാനി ജീവിതം കഷ്ടപ്പാടും കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോത്താൽ എത്ര സ്തുതിച്ചാലും മതിവരും ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലിത്തീരുവാനി ജീവിതം പോരാ. ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇങ്ങോട്ട് എത്തിച്ചേർന്ന ശ്രീമാൻ ജോർജിനെ ഏറ്റവും സ്നേഹത്തോടെ ഗായക സംഘത്തിന്റെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിലും നന്ദി പറയുന്നു. ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒന്നുമേ തെറ്റിയില്ലേ വരെ നിൻ കൈകൾ കോർത്തു നടന്നപ്പോൾ ഒരു ചുവടുവിടറിയില്ലേ വരെ നിന്നോട് പ്രാർത്ഥിച്ച് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒന്നുമേ തെറ്റിയില്ലേ വരെ നിൻ കൈകൾ കോർത്തു നടന്നപ്പോൾ ഒരു ഞാൻ ചെയ്ത കാര്യങ്ങൾ നിൻ കൈകൾ കോർത്തു നടന്നപ്പോൾ ഒരു ചുവടുവിടറിയില്ലേ വരെ ഈ സർവേശ ആൽബത്തിൻ്റെ വിജയം ഈ പ്രാർത്ഥന കൊണ്ട് ആരംഭിച്ചതുകൊണ്ട് മാത്രമാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ചേർത്ത് കരം പിടിച്ചതുകൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത് ഞാൻ വിശ്വസിക്കുകയാണ്. മധ്യസ്ഥായ ഗാന്ധാരത്തിൽ ആവശ്യമായി വരുന്ന കാര്യം വായുബലം. അതിന് എല്ലാ ദിവസവും ബ്രീത്തിങ് എക്സസൈസ് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. വർഷങ്ങളായിട്ട് എല്ലാ ദിവസവും പാടാതെ തൊണ്ടങ്ങനെ വർക്ക് ചെയ്യില്ല. സാക്ഷാൽ യേശുദാസിനെ പഠിച്ച് മനോജിനെ വിളിച്ച് ഇത്രയും വലിയൊരു സ്വീകരണം ഞങ്ങൾ സ്നേഹിച്ച നിങ്ങൾക്ക് വലിയ പ്രോത്സാഹനം നൽകിയ അതിരൂപതയിലെ പിതാക്കന്മാരെ ആൻഡ്രൂസ് പിതാവ്, മൺമറഞ്ഞു കുണ്ടുകുളം പിതാവിനെ ഓർക്കുന്ന ഒരുപാട് പ്രോത്സാഹന നന്ദികളാണ്. രോഗശൈലം കിടക്കുന്ന തൂമുഴി പിതാവിനെ നമ്മളോടുണ്ടായിരുന്നു. തോണി പിതാവിനെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. ബിജു അച്ഛനും അച്ഛന്മാരും മറ്റെല്ലാ സംഘാടകർക്കും പകരൻ്റെ സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട്
സ്നേഹത്തോടുള്ള അച്ഛൻ്റെ കരുതലിനും ഹൃദയം നിറഞ്ഞ നന്ദി.